ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അറിവിൽ പോത്തിനെ വാഹനമാക്കിയിരിക്കുന്നത് മരണദൂതനായ കാലനാണ്. എന്നാൽ ബ്രസീലിന്റെ വടക്കേ അറ്റത്തുള്ള മറാജോയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പട്രോൾ കാറുകൾക്കോ കുതിരകൾക്കോ പകരം ഏഷ്യൻ വാട്ടർ ബഫലോകളുടെ അതായത് പോത്തിന്റെ പുറത്താണ് യാത്ര ചെയ്യുന്നത്. ഉദ്യോഗസ്ഥർ പോത്തിന് പുറത്ത് സഞ്ചരിക്കുന്നത് ആകാംക്ഷയുളവാക്കുന്നതാണ്. ഇവിടെയാണ് ആമസോൺ നദി അറ്റ്ലാന്റിക് സമുദ്രത്തെ ചുംബിക്കുന്നത്. ഏകദേശം സ്വിറ്റ്സർലൻഡിന്റെ വലിപ്പമുള്ള ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും അസാധാരണമായ നിയമനിർവഹണ സംവിധാനങ്ങളിലൊന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പോത്തുകൾ മറാജോയുടെ ഭാഗമായത് എങ്ങനെയാണ് നോക്കാം. ഇന്ത്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലുമാണ് കൂടുതൽ ഇത് കണ്ടുവരുന്നതെങ്കിലും ഏഷ്യൻ വാട്ടർ ബഫലോകൾ ഒരു നൂറ്റാണ്ടിലേറെയായി മറാജോയിൽ തഴച്ചു വളർന്നു. അവയുടെ കൃത്യമായ ഉത്ഭവം ഇപ്പോഴും തർക്കവിഷയമാണ്. ചില കഥകൾ ഒരു കപ്പൽ അപകടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മറ്റു ചിലർ പറയുന്നത് അവ ഫ്രഞ്ച് ഗയാനയിൽ നിന്നുള്ള സഞ്ചാരികളോടൊപ്പം എത്തിയതെന്നാണ്. എന്നാൽ ഇന്ന് തർക്കമില്ലാത്ത മറ്റൊരു കാര്യമുണ്ട്: അവയുടെ ആധിപത്യം. 50,000-ത്തിലധികം പോത്തുകളാണ് നിലവിൽ ദ്വീപിൽ ചുറ്റിത്തിരിയുന്നത്. ഇത് മനുഷ്യവാസികളെക്കാൾ കൂടുതലാണ്. മറാജോയിൽ മാസങ്ങളോളം കനത്ത മഴ ലഭിക്കാറുണ്ട്. ഇത് റോഡുകളെ ആഴത്തിലുള്ള ചതുപ്പുകളായി മാറ്റുന്നു. പട്രോളിംഗ് വാഹനങ്ങൾ പലപ്പോഴും കുടുങ്ങിപ്പോകുന്നു. കുതിരകൾക്ക് വഴുക്കലുള്ള കണ്ടൽക്കാടുകളിൽ സഞ്ചരിക്കാൻ പ്രയാസമാണ്. എന്നാൽ പോത്തുകൾ ഈ പരിസ്ഥിതിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ്. കാരണം അവയുടെ വീതിയേറിയ കുളമ്പുകൾ ചതുപ്പിൽ താഴുന്നത് തടയുന്നു. മാത്രമല്ല, വെള്ളത്തിലൂടെയും ചെളിയിലൂടെയും അവ അതിവേഗം സഞ്ചരിക്കും. മഴക്കാലത്ത് എത്തിച്ചേരാൻ കഴിയാത്ത വിദൂര പ്രദേശങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പോലീസിന് ഇതുവഴി എത്താനും കഴിയും. പ്രത്യേക പോലീസ് യൂണിറ്റാണ് ബഫലോ സോൾജിയേഴ്സ്. ഏകദേശം 3 പതിറ്റാണ്ട് മുൻപ് ദ്വീപിലെ മിലിറ്ററി പോലീസ് ബഫലോ സോൾജിയേഴ്സ് എന്ന പേരിൽ ഒരു പ്രത്യേക സേനയ്ക്ക് രൂപം നൽകുകയായിരുന്നു. ഈ ശക്തരായ മൃഗങ്ങളുടെ പുറത്ത് സുരക്ഷിതരായി സഞ്ചരിക്കുന്നതിനുള്ള പരിശീലനവും ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു. അവയ്ക്ക് വേണ്ടി പ്രത്യേകമായി നിർമ്മിച്ച ജീനുകളും മറ്റ് ഉപകരണങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. പോത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന യൂണിഫോം ധരിച്ച ഉദ്യോഗസ്ഥരുടെ കാഴ്ച മറാജോയുടെ ഒരു പ്രതീകമായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം ഇതൊരു ജനപ്രിയ വിനോദസഞ്ചാര ആകർഷണവുമാണ്.